ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ടോപ്പിക്ക് മോക്ക് ടെസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. നമുക്കറിയാം ജൂലൈ 4 വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാം നടക്കാൻ പോവാണ്. അപ്പോൾ അവരുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വ്യക്തി അബോധാവസ്ഥയിലാണെങ്കിലും ശ്വസിക്കുകയാണെങ്കിലും ജീവനും മറ്റ് അപകടകരമായ അവസ്ഥകളില്ലെങ്കിൽ റിക്കവറി പൊസിഷനിൽ കിടത്തുക എന്നത് പ്രഥമ ശുശ്രൂഷയുടെ ഭാഗമാണ്. എന്താണ് റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, വശം ചേർത്ത് കിടത്തുക എന്നുള്ളതാണ് കേട്ടോ. റിക്കവറി പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വശം ചേർത്ത് കിടത്തുകയാണ് കേട്ടോ. പ്രളയബാധിത രക്ഷാപ്രവർത്തനത്തിൽ എളുപ്പം ഉപയോഗിക്കാവുന്ന ഭാരം കുറഞ്ഞ എന്നാൽ ഉയർന്ന ശേഷിയുള്ള ബോട്ട് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ, ഇൻഫ്ലേറ്റബിൾ. പ്രളയബാധിത രക്ഷാപ്രവർത്തനത്തിൽ എളുപ്പം ഉപയോഗിക്കാവുന്ന ഭാരം കുറഞ്ഞ എന്നാൽ ഉയർന്ന ശേഷിയുള്ള ബോട്ട് ഏതാണ്? ഇൻഫ്ലേറ്റബിൾ ബോട്ട്. പ്രഥമ ശുശ്രൂഷയിലെ അടിസ്ഥാന 3 Cകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? അടിസ്ഥാന 3 Cകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി, ക്ലൂ ആണ് കേട്ടോ. ഏതൊക്കെ പെടും? ചെക്ക്, കോള്, കെയർ. 3 C, ചെക്ക്, കോള്, കെയർ അല്ലേ? അടിസ്ഥാന 3 Cകളാണ് പ്രഥമ ശുശ്രൂഷയിലെ അടിസ്ഥാന 3 Cകളിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? ചെക്ക്, കോള്, കെയർ. ഹറി കേസുകൾ എന്നതിൻ്റെ ഏറ്റവും മികച്ച നിർവചനം എന്താണ്? ഹറി കേസുകൾ എന്താണ് അതിൻ്റെ ഏറ്റവും മികച്ച നിർവചനം? ഓപ്ഷൻ ബി, ഒരു വ്യക്തിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഏതൊരവസ്ഥയും എന്തിൽ പെടുന്നു? ഹറി കേസിൽ പെടുന്നു. ഒരു വ്യക്തിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഏതൊരവസ്ഥയും എന്താണ്? ഹറി കേസിൽ പെടുന്നുണ്ട്. അപകടങ്ങളുടെ തിരിച്ചറിയലുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡുകളുടെ നിറങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുവപ്പ് കത്തുന്ന വസ്തുക്കൾ, മഞ്ഞ ഓക്സിഡൈസറുകൾ, ഓറഞ്ച് സ്ഫോടക വസ്തുക്കൾ, നീല വെള്ളവുമായി കലർന്നാൽ അപകടമുണ്ടാകുന്നവ, പച്ച തീ പിടിക്കാത്ത വാതകം. ഇതിൽ ശരിയായവ ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ് കേട്ടോ. ചുവപ്പ് എന്താണ്? കത്തുന്ന വസ്തുക്കൾ. ചുവപ്പ് കത്തുന്ന വസ്തുക്കൾ. കത്തുമ്പോൾ ചുവപ്പ് കളർ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. മഞ്ഞ എന്താണ്? ഓക്സിഡൈസറുകൾ. ഓറഞ്ച് സ്ഫോടക വസ്തുക്കൾ. വല്ലായിട്ട് സ്ഫോടനം ഉണ്ടാകുമ്പോൾ എന്താണ്? അവിടെ ഓറഞ്ച് കളർ ഉണ്ടാവും എന്ന് ആലോചിക്കുക. നീല എന്താണ്? വെള്ളവുമായി കലർന്നാൽ അപകടമുണ്ടാകുന്നവ. വെള്ളം നീല കളറുമായിട്ട്. പച്ച എന്താണ്? തീ പിടിക്കാത്ത വാതകമാണ്. പച്ച കളറിൽ നമ്മൾ എന്താണ്? കാട്ടിലൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് തീ പിടിക്കില്ല എന്ന് ആലോചിക്കുക. പച്ച കളറിൽ തീ പിടിക്കാത്ത വാതകം. ഇന്ത്യയിൽ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന് ബന്ധപ്പെടാനുള്ള ഏകീകൃത ടെലിഫോൺ നമ്പർ ഏതാണ്? ഓപ്ഷൻ എ, 112 ആണ് കേട്ടോ. ഇന്ത്യയിൽ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന് ബന്ധപ്പെടാനുള്ള ഒരു ഏകീകൃത ടെലിഫോൺ നമ്പർ ഏതാണ്? 112 ആണ്. നാഷണൽ ഫയർ സർവീസ് കോളേജിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഫയർ സർവീസ് കോളേജിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി, നാഗ്പൂരാണ് കേട്ടോ. നാഷണൽ ഫയർ സർവീസ് കോളേജിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഗ്പൂർ. ഒരു ഫയർ റിസ്ക് അസസ്മെൻറ്റിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? തീപിടുത്തത്തിൻ്റെ അപകട സാധ്യത സംബന്ധിച്ച് അനുയോജ്യവും മതിയായതുമായ വിലയിരുത്തൽ, തീപിടുത്തം കുറയ്ക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രസക്തമായ കണ്ടെത്തലുകളും നടപടികളും, തീപിടുത്ത സാധ്യതകളും കണ്ടെത്തലുകളും റെക്കോർഡാക്കുക, പരിസരം, സാങ്കേതികത എന്നിവയിലെ മാറ്റങ്ങൾ നേരിടാൻ കൃത്യമായ ഇടവേളകളിൽ അവലോകനം നടത്തുക. ഇതിൽ ആ അസസ്മെൻറ്റിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം കണ്ടുപിടിച്ചോളൂ. ഓപ്ഷൻ എ 1 മാത്രമാണ് കേട്ടോ. തീപിടുത്തത്തിൻ്റെ അപകട സാധ്യത സംബന്ധിച്ച് അനുയോജ്യവും മതിയായതുമായ ഒരു വിലയിരുത്തലാണ് ഫയർ റിസ്കിൽ ഫസ്റ്റ് അസസ്മെൻറ്റിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത്. ഒരു അഗ്നി ത്രികോണത്തിൽ ഉൾപ്പെടുന്ന 3 ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഒരു അഗ്നി ത്രികോണത്തിൽ ഉൾപ്പെടുന്ന 3 ഘടകങ്ങൾ. ഓപ്ഷൻ എ, ഓക്സിജൻ, ഇന്ധനം, താപസ്രോതസ്. ഏതൊക്കെയാണ്? ഓക്സിജൻ, ഇന്ധനം, താപസ്രോതസ് എന്നിവയാണ് ഒരു അഗ്നി ത്രികോണത്തിൽ ഉൾപ്പെടുന്ന 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് തീപിടുത്തങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? സുരക്ഷിതമല്ലാത്തതോ ഗുണനിലവാരമില്ലാത്തതോ ആയ ഉപകരണങ്ങൾ, സുരക്ഷിതമല്ലാത്ത ഇൻസ്റ്റാളേഷനുകൾ, സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷം, സുരക്ഷിതമല്ലാത്ത തൊഴിൽ രീതികൾ, ഒന്നിൽ കൂടുതൽ ഉപകരണങ്ങൾ സർക്യൂട്ടിലേക്ക് പ്ലഗ് ചെയ്യൽ.
ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം എന്ത് തന്നെയാണ്, വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് തീപിടുത്തങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് കേട്ടോ. സുരക്ഷിതമല്ലാത്തതോ ഗുണനിലവാരമില്ലാത്തതോ ആയ ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നത് മൂലം, സുരക്ഷിതമല്ലാത്ത ഇൻസ്റ്റാളേഷനുകൾ വഴി, സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷം വഴി, സുരക്ഷിതമല്ലാത്ത തൊഴിൽ രീതികൾ വഴി, ഒന്നിൽ കൂടുതൽ ഉപകരണങ്ങൾ ഒരു സർക്യൂട്ടിലേക്ക് പ്ലഗ് ചെയ്യുന്നത് വഴിയൊക്കെ തീപിടുത്തങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. വലിയ അളവിലുള്ള റേഡിയോ ആക്ടിവിറ്റി പദാർത്ഥങ്ങളുമായുള്ള സമ്പർക്കം താഴെ പറയുന്നതിൽ ഏതെല്ലാം അവസ്ഥകൾക്കാണ് കാരണമാകുന്നത്? ഓക്കാനം, ഛർദി, മുടികൊഴിച്ചിൽ, വയറിളക്കം, രക്തസ്രാവം. ഓപ്ഷൻ ഡി ഇതിനെല്ലാം കാരണമാവുന്നുണ്ട് കേട്ടോ. വലിയ അളവിലുള്ള റേഡിയോ ആക്ടിവിറ്റി പദാർത്ഥങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് എന്തിനൊക്കെ വഴിവെക്കുന്നുണ്ട്? ഓക്കാനം വരും, ഛർദി വരും, പിന്നെന്താണ്, മുടി കൊഴിച്ചിലുണ്ടാകും, വയറിളക്കം, രക്തസ്രാവം. ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകളാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമമനുസരിച്ച് രൂപീകൃതമായ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓപ്ഷൻ എ 2007 നിലവിൽ വന്നിട്ടുള്ളത്. മൂക്കിന്റെ അസ്ഥി ഒടിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ ലക്ഷണങ്ങളാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാവുക? ഓപ്ഷൻ ഡി ആണ്. ഈ മേൽ പറഞ്ഞതെല്ലാം ഉണ്ടാവും. മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിരിക്കും, ശ്വാസനാളം അടയിലുണ്ടായിരിക്കും, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഒരു അപകടത്തിൽ വാഹനത്തിനുള്ളിൽ ഉൾപ്പെട്ട പ്രതികരണശേഷി ഇല്ലാത്ത ഡ്രൈവറെ സഹായിക്കുന്നതിനുള്ള ആദ്യ പടി എന്താണ്? ഓപ്ഷൻ ബി, വാഹനത്തിനുള്ളിൽ പ്രവേശിക്കാൻ മതിയായ സ്ഥിരതയുള്ളതാണെന്ന് ആദ്യം നമ്മൾ ഉറപ്പാക്കണം. ഒരു അപകടത്തിൽ വാഹനത്തിനുള്ളിൽ ഉൾപ്പെട്ട പ്രതികരണശേഷി ഇല്ലാത്ത ഡ്രൈവറെ സഹായിക്കാൻ ആദ്യപടി എന്ത് ചെയ്യണം? ആ വാഹനത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ മതിയായിട്ടുള്ള സ്ഥിരതയുള്ളതാണെന്ന് ഉറപ്പാക്കണം. താഴെ പറയുന്നതിൽ ഏത് സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ അഗ്നിരക്ഷാ ദിനം ഇന്ത്യയിൽ ആചരിക്കുന്നത്? ഓപ്ഷൻ എ, മുംബൈ തുറമുഖത്തെ കപ്പൽ തീപിടുത്തത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യയിലെ ദേശീയ അഗ്നിരക്ഷാ ദിനം ആചരിക്കുന്നത്. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി, ഫൗളേഴ്സ് പൊസിഷൻ ആണ് കേട്ടോ. ഫൗളേഴ്സ് പൊസിഷൻ. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ ഏതാണ്? ഫൗളേഴ്സ് പൊസിഷൻ. അഗ്നിശമന യൂണിറ്റുകൾ ഒരു അപകട സ്ഥലത്തേക്ക് യാത്ര ആരംഭിച്ച് സംഭവ സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് എടുത്ത സമയമാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അഗ്നിശമന യൂണിറ്റുകൾ അപകട സ്ഥലത്തേക്ക് യാത്ര ആരംഭിച്ച് സംഭവ സ്ഥലത്ത് എത്തിച്ചേരുന്നതിനെടുത്ത സമയത്തെ എന്ത് പറയുന്നു? റെസ്പോൺസ് ടൈം എന്നാണ് പറയുന്നത്. റെസ്പോൺസ് സമയം. ദുരന്ത നിവാരണ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക, ആപത്ഘട്ടങ്ങളിൽ സ്വത്തുവകകളുടെ നഷ്ടം പരമാവധി കുറയ്ക്കുക, ജനങ്ങളുടെ മനോവീര്യം ഉണർത്തുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടി 2019 കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന് കീഴിൽ രൂപീകൃതമായൊരു സേന ഏതാണ്? 2019. ഓപ്ഷൻ സി, കേരള സിവിൽ ഡിഫൻസ് ആണ് കേട്ടോ. കേരള സിവിൽ ഡിഫൻസ് ആണ് 2019 കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന് കീഴിൽ രൂപീകൃതമായിട്ടുള്ള ഒരു സേന. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ദുരന്ത നിവാരണ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക, ആപത്ഘട്ടങ്ങളിൽ സ്വത്തുവകകളുടെ നഷ്ടം പരമാവധി കുറയ്ക്കുക, ജനങ്ങളുടെ മനോവീര്യം ഉണർത്തുക. ഇത്രയുമാണ് കേരള സിവിൽ ഡിഫൻസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാണ് രൂപീകൃതമായിട്ടുള്ളത്? 2019. ദൃശ്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വയർലെസ് സാങ്കേതിക വിദ്യ ഏത്? ദൃശ്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വയർലെസ് സാങ്കേതിക വിദ്യ ഏത്? ഓപ്ഷൻ എ, ലൈഫൈ ആണ് കേട്ടോ. ലൈഫൈ. ഉടമസ്ഥന്റെ അനുമതി ഇല്ലാതെ ഇന്റർനെറ്റ് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനം ഏതാണ്? ഉടമസ്ഥൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇൻ്റർനെറ്റ് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനം. ഓപ്ഷൻ ബി, ഫയർവാൾ ആണ് കേട്ടോ. ഫയർവാൾ. പാമ്പ് കടിയേറ്റ ഭാഗത്ത് രക്തവും വേദനയും ഉണ്ടെങ്കിലും വിഷമുള്ളിൽ കടന്നിട്ടില്ലെങ്കിൽ അത്തരം പാമ്പ് കടിയെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ, ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നു. പാമ്പ് കടിയേറ്റ ഭാഗത്ത് രക്തവും വേദനയും ഉണ്ടെങ്കിലും വിഷമുള്ളിൽ കടന്നിട്ടില്ലെങ്കിൽ അത്തരം പാമ്പ് കടി എന്ന് പറയുന്നു. ഡ്രൈ ബൈറ്റ് എന്നാണ് പറയുന്നത്.
ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൻ്റെ ഏത് സെക്ഷനിലാണ് അടിയന്തര ഘട്ടത്തിലെ അഗ്നിശമന നടപടികൾ പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി സെക്ഷൻ 5 എന്താണ് അടിയന്തര ഘട്ടത്തിലെ അഗ്നിശമന നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒരു തീപിടുത്തത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഏറ്റവും ഉപകാരപ്രദമാകുന്നത്? ഓപ്ഷൻ ബി പ്രാരംഭഘട്ടത്തിലാണ് നമുക്ക് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഏറ്റവും ഉപകാരപ്രദമാകുന്നത്. അപകടകരമായ രാസവസ്തുക്കളുടെ ഗതാഗതത്തിന് ഉപയോഗിക്കേണ്ട വാഹനങ്ങളുടെ 4 വശങ്ങളിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഇൻഫർമേഷൻ പാനലിൽ പ്രദർശിപ്പിക്കേണ്ട വിവരങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? രാസവസ്തുവിൻ്റെ സാങ്കേതിക നാമം ഉണ്ടായിരിക്കണം. ഐക്യരാഷ്ട്രസഭയുടെ അപകടകരമായ വസ്തുക്കളുടെ തരംതിരിക്കൽ അനുസരിച്ച് വാഹനത്തിൽ കൊണ്ടുപോകുന്ന വസ്തുവിൻ്റെ ക്ലാസ് ലേബലും UN നമ്പറും ഉണ്ടായിരിക്കണം. അടിയന്തര ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ, അഗ്നിശമന സേനയ്ക്ക് അപകട സമയത്ത് സ്വീകരിക്കേണ്ടതായ നടപടികൾ വിശദീകരിക്കുന്ന ഹാൻസം കോഡും ഉണ്ടായിരിക്കണം. ഇതിലേതൊക്കെയാണ് ഇൻഫർമേഷൻ പാനലിൽ പ്രദർശിപ്പിക്കേണ്ട വിവരങ്ങളായിട്ട് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം എന്തുണ്ടായിരിക്കണം? ആ ഇൻഫർമേഷൻ പാനലിൽ ഉണ്ടായിരിക്കണം. രാസവസ്തുവിൻ്റെ സാങ്കേതിക നാമം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ അപകടകരമായ വസ്തുക്കളുടെ തരംതിരിക്കൽ അനുസരിച്ച് വാഹനത്തിൽ കൊണ്ടുപോകുന്ന വസ്തുവിൻ്റെ ക്ലാസ് ലേബലും UN നമ്പറും ഉണ്ടായിരിക്കണം. അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഉണ്ടായിരിക്കണം. കൂടാതെ അഗ്നിശമന സേനയ്ക്ക് അപകട സമയത്ത് സ്വീകരിക്കേണ്ടതായ നടപടികൾ വിശദീകരിക്കുന്ന ഹാൻസം കോഡും ഉണ്ടായിരിക്കണം. രാസവസ്തുക്കളെ ഒരു കെമിക്കൽ ടോക്സിക്കോളജിക്കൽ വീര്യത്തിൻ്റെയും എക്സ്പോഷർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യപരമായ പ്രതികൂല ഫലങ്ങളെയും അടിസ്ഥാനമാക്കി വേഗത്തിലും കൃത്യമായും നിർദ്ദിഷ്ട വിഭാഗങ്ങളിലേക്ക് നിയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രക്രിയ. ഓപ്ഷൻ എ ഒക്യുപേഷണൽ എക്സ്പോഷർ ബാൻഡിംഗ് ആണ് കേട്ടോ. രാസവസ്തുക്കളെ ഒരു കെമിക്കൽ ടോക്സിക്കോളജിക്കൽ വീര്യത്തിൻ്റെയും എക്സ്പോഷർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യപരമായ പ്രതികൂല ഫലങ്ങളെയും അടിസ്ഥാനമാക്കി വേഗത്തിലും കൃത്യമായും നിർദ്ദിഷ്ട വിഭാഗങ്ങളിലേക്ക് നിയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഒക്യുപേഷണൽ എക്സ്പോഷർ ബാൻഡിംഗ് എന്ന് പറയുന്നത്. കഠിനമായ രക്തസ്രാവം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി ഹൈപ്പോവോളമിക് ഷോക്കാണ് കേട്ടോ. ഹൈപ്പോവോളമിക് ഷോക്കാണ് കഠിനമായ രക്തസ്രാവം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത്. ഹൃദയസ്തംഭനം സംഭവിച്ച പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ CPR നടത്തുമ്പോൾ ശ്വസന അനുപാതത്തിന് ശുപാർശ ചെയ്യുന്ന കംപ്രഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 30 കംപ്രഷനുകളും 2 റെസ്ക്യൂ ബ്രീത്തുമാണ് കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഹൃദയസ്പന്ദനം സംഭവിച്ച പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ CPR നടത്തുമ്പോൾ ശ്വസന അനുപാതം എങ്ങനെയായിരിക്കണം? 30 കംപ്രഷനുകളും 2 റെസ്ക്യൂ ബ്രീത്തുമായിരിക്കണം നൽകേണ്ടത്. താഴെ പറയുന്നതിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? പരിചരണവും പിന്തുണയും നൽകുന്നു, ആശങ്കകളും വിലയിരുത്തുന്നു, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആളുകളെ സഹായിക്കുന്നു, ആളുകളെ ആശ്വസിപ്പിക്കുകയും സുരക്ഷിതത്വ ബോധം നൽകുകയും ചെയ്യുന്നു. ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം എന്താണ്? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പരിചരണവും പിന്തുണയും നൽകുന്നു, ആശങ്കകളും വിലയിരുത്തുന്നു, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആളുകളെ സഹായിക്കുന്നു, ആളുകളെ ആശ്വസിപ്പിക്കുകയും സുരക്ഷിതത്വ ബോധം നൽകുകയും ചെയ്യുന്നു. ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ പ്രസ്താവിക്കാത്ത കാര്യം താഴെ പറയുന്നതിൽ ഏതാണ്? പ്രഥമ ശുശ്രൂഷ നടപടികൾ, അപകടത്തിന് വിധേയനായ വ്യക്തി കഴിക്കേണ്ട മരുന്ന്, കൈകാര്യം ചെയ്യലും സംഭരണവും സംബന്ധിച്ച വിവരങ്ങൾ, ചേരുവകളെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഓപ്ഷൻ ബി ആണ്. അപകടത്തിന് വിധേയനായ വ്യക്തി കഴിക്കേണ്ട മരുന്നുകളെക്കുറിച്ചാണ് MSDSൽ പറയാത്തത്. അപ്പോൾ അതിൽ പറയുന്നത് ഏതൊക്കെയാണ്? പ്രഥമ ശുശ്രൂഷ നടപടികൾ MSDS എന്താണ് അതിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൈകാര്യം ചെയ്യലും സംഭരണവും സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരിക്കും. ചേരുവകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? ഈ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇല്ലാത്തത് ഏതാണ്? അപകടത്തിന് വിധേയനായ ഒരു വ്യക്തി കഴിക്കേണ്ട മരുന്ന്, അതിനെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങളെ അമിത വോൾട്ടേജിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കാനായി സ്ഥാപിക്കുന്ന ഉപകരണം താഴെ പറയുന്നതിൽ ഏതാണ്?
ഓപ്ഷൻ എ സർജ് പ്രൊട്ടക്ടറാണ് കേട്ടോ. സർജ് പ്രൊട്ടക്ടറാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ അമിത വോൾട്ടേജിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കാനായി സ്ഥാപിക്കുന്ന ഉപകരണം, സർജ് പ്രൊട്ടക്ടർ. വൈദ്യുതോപകരണങ്ങൾക്കോ അതിൽ നിന്നുമോ ഉണ്ടാകുന്ന അഗ്നിബാധയെ ഏതു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി ക്ലാസ് ഇ ആണ് കേട്ടോ. ഓപ്ഷൻ സി ക്ലാസ് ഇയിലാണ് വൈദ്യുതോപകരണങ്ങൾക്കോ അല്ലെങ്കിൽ അതിൽ നിന്നുമോ ഉണ്ടാകുന്ന അഗ്നിബാധയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതിലാണ്? ക്ലാസ് ഇ വിഭാഗത്തിലാണ്. 1863 റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ്? 1863 റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ഹെൻറി ഡ്യൂനാന്റ് ആണ് കേട്ടോ. 1863 അദ്ദേഹം റെഡ് ക്രോസ് സ്ഥാപിക്കുന്നത്. അസ്ഥിയുടെ ഒടിവുകൾ സുഖപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ഇമ്മൊബിലൈസേഷൻ ആണ് കേട്ടോ. അസ്ഥിയുടെ ഒടിവുകൾ സുഖപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ഇമ്മൊബിലൈസേഷൻ. ഏത് തരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷറുകളാണ് വാതകം മൂലമുണ്ടാകുന്ന തീപിടുത്തം നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമായത്? വാതകം മൂലമുണ്ടാകുന്ന തീപിടുത്തമാണ് ഡ്രൈ കെമിക്കൽ പൗഡർ ആണ്. ഡ്രൈ കെമിക്കൽ പൗഡർ. വിമാനങ്ങളിൽ സാർവത്രികമായതും ഫലപ്രദവുമായി ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ഹാലോൺ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ് കേട്ടോ. വിമാനങ്ങളിൽ സാർവത്രികമായിട്ടും ഫലപ്രദവുമായിട്ടും ഉപയോഗിക്കുന്നത് ഏതാണ്? ഹാലോൺ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ്. താഴെ പറയുന്നവയിൽ ട്രയേജുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആദ്യം വരുന്നവർക്ക് ആദ്യം ചികിത്സ ലഭിക്കുന്നു എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 4 കളർ കോഡുകളാക്കി തിരിക്കുന്നു, ഗതാഗതത്തിന് മുൻഗണന നിശ്ചയിക്കുന്നു, പരിക്കിന്റെ തീവ്രത അടിസ്ഥാനമാക്കി വൈദ്യപരിചരണത്തിന്റെ മുൻഗണന നിശ്ചയിക്കുന്നു. ഇത്രയും എന്താണ്? ട്രയേജുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കേട്ടോ. ഈ എ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. ഈ ട്രയേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ 3 നിങ്ങൾ പഠിക്കണേ. വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ രക്ഷിക്കാൻ അനുയോജ്യമായ രക്ഷാപ്രവർത്തനം താഴെ പറയുന്നതിൽ ഏതാണ്? റീച്ച്, ത്രോ, റോ, ഗോ. ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം എന്താണ്? അനുയോജ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ്. എന്താണ്? റീച്ച് കൈ കൊടുത്തുകൊണ്ട്, ത്രോ അല്ലെങ്കിൽ എന്താണ് രക്ഷപ്പെടാൻ കഴിയുന്ന സാമഗ്രികൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട്, റോ നമ്മൾ ഒരു വെള്ളമോ തോണിയോ ഉപയോഗിച്ചിട്ട് ചെന്നിട്ട്, അല്ലെങ്കിൽ എന്താണ് ഗോ നമ്മൾ നീന്തി ചെന്നിട്ട്. വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ രക്ഷിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ്? കൈ കൊടുത്തുകൊണ്ട്, രക്ഷപ്പെടുത്താൻ കഴിയുന്ന സാമഗ്രികൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് വള്ളമോ തോണിയോ ഒക്കെ ഉപയോഗിച്ച് തുഴഞ്ഞു ചെന്നിട്ട്, അല്ലെങ്കിൽ എന്താണ് നീന്തി ചെന്നുകൊണ്ട്. റീച്ച്, ത്രോ, റോ, ഗോട്ടോ. ഇത്രയുമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കോപ്പർ സൾഫേറ്റ് ആണ് ഉൾപ്പെടാത്തത്. പെടുന്നത് ഏതൊക്കെയാണ്? സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്. ഇത്രയും എന്തുണ്ട്? ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ്. സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്. സെപ്റ്റിക് ഷോക്കിന് കാരണമാകുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഇൻഫെക്ഷൻ ആണ് സെപ്റ്റിക് ഷോക്കിന് കാരണമാകുന്നത്. ഇൻഫെക്ഷൻ. താഴെ പറയുന്നതിൽ എന്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അപകടാവസ്ഥയിലാണ് ചർമ്മം നീല നിറത്തിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ഓക്സിജന്റെ അഭാവം മൂലമാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ സ്കിന്നൊക്കെ നീല നിറത്തിൽ കാണപ്പെടുന്നത്. പെട്ടെന്നുള്ള ഒരു പ്രവൃത്തി മൂലമോ ചലനം മൂലമോ ലിഗമെന്റിനുണ്ടാകുന്ന പരിക്കിനെ എന്ത് പറയുന്നു? ഓപ്ഷൻ ബി സ്പ്രെയിൻ ആണ് കേട്ടോ. സ്പ്രെയിൻ ആണ്, ഉളുക്ക് എന്നൊക്കെ പറയും. പെട്ടെന്ന് ഒരു പ്രവൃത്തി മൂലമോ അല്ലെങ്കിൽ എന്താണ് ഒരു ചലനം മൂലമോ നമ്മുടെ ലിഗ്മെന്റിനുണ്ടാകുന്ന പരിക്ക് എന്താണ്? സ്പ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹൃദയസ്പന്ദനം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷയ്ക്കായി നൽകുന്ന CPR ആദ്യമായി വികസിപ്പിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ സി 1960-ലാണ്. അപകടകരമായ വസ്തുക്കളുടെ ഗതാഗതത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സമിതി തയ്യാറാക്കിയ ലിസ്റ്റിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്പർ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. UN നമ്പർ 1075 ആണ് കേട്ടോ. UN നമ്പർ 1075.
തീപിടുത്തമോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ സുരക്ഷിതമായി എളുപ്പം ഒഴിപ്പിക്കൽ സാധ്യമാകാത്ത സന്ദർഭങ്ങളിൽ താമസക്കാരെ താൽക്കാലികമായി മാറ്റി നിർത്താൻ വലിയ കെട്ടിടങ്ങളിൽ രൂപകൽപ്പന ചെയ്യുന്നൊരു സ്ഥലമാണ് ഡാഷ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി റെഫ്യൂസ് ഏരിയ ആണ് കേട്ടോ. തീപിടുത്തമോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സുരക്ഷിതമായിട്ട് എളുപ്പം ആളുകളെ ഒഴിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് വലിയ കെട്ടിടങ്ങളിൽ രൂപകൽപ്പന ചെയ്യുന്ന ഒരു സ്ഥലത്തിനെ എന്ത് പറയുന്നു? റെഫ്യൂസ് ഏരിയ എന്നാണ് പറയുന്നത്. ദ്രവീകൃത പെട്രോളിയം വാതകം, മീഥെയ്ൻ തുടങ്ങിയ ജ്വലനശേഷിയുള്ള വാതകങ്ങൾ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങളെ ഏതു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ദ്രവീകൃത പെട്രോളിയം വാതകം, മീഥെയ്ൻ തുടങ്ങിയ ജ്വലനശേഷിയുള്ള വാതകങ്ങൾ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങളെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ക്ലാസ് ബിയിലാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ്രവീകൃത പെട്രോളിയം വാതകം, മീഥെയ്ൻ തുടങ്ങിയ ജ്വലനശേഷിയുള്ള വാതകങ്ങൾ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങളെ ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ക്ലാസ് ബി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഹൃദയസ്പന്ദനം സംഭവിക്കുമ്പോൾ ഹൃദയതാളം വീണ്ടെടുക്കാൻ CPR എങ്ങനെയാണ് സഹായിക്കുന്നത്? വീണ്ടും ഹൃദയമിടിപ്പ് വേഗത്തിലാക്കുന്നു, തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ സഹായിക്കുന്നു, ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തെ സഹായിക്കുന്നു, തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ സഹായിക്കുന്നു, മേൽപ്പറഞ്ഞവയെല്ലാം. എങ്ങനെയാണ്? ഈ രണ്ടാണ് കേട്ടോ. ഈ രണ്ടും കൂടെ ഇറങ്ങിയിട്ടില്ല, അതാണ്. 2ഉം 3ഉമാണ് കേട്ടോ. 2ഉം 3ഉമാണ്. എന്താണ്? ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തെ വീണ്ടും സഹായിക്കുന്നു, തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ സഹായിക്കുന്നു. നമ്മളൊരാൾക്ക് CPR കൊടുക്കുമ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം പഴയതുപോലെ ആവും, തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹവും നടക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. 2ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2ഉം 3ഉം. അപകടഘട്ടത്തിൽ ഒഴിപ്പിക്കാനും ചികിത്സ നൽകുന്നതിനുമായി രോഗികളെ മുൻഗണനാ ക്രമത്തിൽ തരംതിരിക്കുന്ന പ്രക്രിയ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ട്രയേജ് ആണ് കേട്ടോ. ട്രയേജ്. അപകടഘട്ടത്തിൽ ഒഴിപ്പിക്കാനും ചികിത്സ നൽകുന്നതിനുമായി രോഗികളെ മുൻഗണനാ ക്രമത്തിൽ തരംതിരിക്കുന്ന പ്രക്രിയ എങ്ങനെയാണ്? ട്രയേജ് ആണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ 3 മാനദണ്ഡങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടാകുന്ന ഒരു തീപിടുത്തത്തിൽ ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളാണ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷറുകളാണ് കേട്ടോ. വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളാണ് ഉപയോഗിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷറാണ് ഉപയോഗിക്കുക. താഴെ പറയുന്നവയിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി അംബു ബാഗ് ആണ് കേട്ടോ. അംബു ബാഗ്. മിന്നൽ പതിക്കുന്ന വസ്തുവിൽ നിന്ന് ഊർജം ഭൂപ്രതലത്തിലൂടെ സഞ്ചരിച്ച് മനുഷ്യന് അപകടമുണ്ടാക്കുന്ന അവസ്ഥയെ എന്തു പറയുന്നു? മിന്നൽ പതിക്കുന്ന വസ്തുവിൽ നിന്ന് ഊർജം ഭൂപ്രതലത്തിലൂടെ സഞ്ചരിച്ച് മനുഷ്യന് അപകടമുണ്ടാക്കുന്ന അവസ്ഥയെ എന്തു പറയുന്നു? ഓപ്ഷൻ എ ഗ്രൗണ്ട് കറന്റ് എന്നാണ് കേട്ടോ പറയുക. ഗ്രൗണ്ട് കറന്റ്. താഴെ പറയുന്നതിൽ ഏത് മൂലകമാണ് ഒരു വ്യക്തിക്ക് അനാഫൈലറ്റിക് ഷോക്ക് നൽകുന്നത്? ഓപ്ഷൻ എ പ്രാണികളുടെ കുത്താണ് കേട്ടോ. ഓപ്ഷൻ എ പ്രാണികളുടെ കുത്താണ് ഒരു വ്യക്തിക്ക് അനാഫൈലറ്റിക് ഷോക്ക് സംഭവിക്കുന്നത്. ഒരു മെഴുകുതിരിയുടെ ജ്വാലയുടെ ഏത് മേഖലയാണ് നീല നിറത്തിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ പുറം മേഖലയാണ് കേട്ടോ. ഒരു മെഴുകുതിരി ജ്വാലയുടെ പുറം മേഖലയാണ് നീല നിറത്തിൽ കാണപ്പെടുന്നത്. ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഗുരുതരാപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് പൂർണ്ണമായ വൈദ്യസഹായം ലഭ്യമാകുന്നതുവരെ നൽകേണ്ട അടിയന്തര ശുശ്രൂഷ ഏതാണ്? ഓപ്ഷൻ ബി ബേസിക് ലൈഫ് സപ്പോർട്ട്. റെഡ് ക്രോസ് നിർദ്ദേശിക്കുന്ന 5-5 പ്രഥമ ശുശ്രൂഷ സമീപനം അനുവർത്തിക്കേണ്ടത് ഏത് അടിയന്തര ഘട്ടത്തിലാണ്? ഓപ്ഷൻ ഡി ചോക്കിംഗ് ഉണ്ടാകുമ്പോഴാണ് 5-5 എന്ന് പറഞ്ഞിട്ടുള്ള പ്രഥമ ശുശ്രൂഷ സമീപനം നടത്തേണ്ടത്. ഒരു മൂലകമോ സംയുക്തമോ അവസ്ഥാന്തരണം മൂലം ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ? ഓപ്ഷൻ ഡി ബാഷ്പീകരണമാണ്. ബാഷ്പീകരണം.
അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക, എക്സാമിങ് അടുത്തേ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.